ഡിസംബർ 27 ഞാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരിക്കാൻ. ഒരു മാസം കൊണ്ട് 6 കിലോ കുറയ്ക്കുന്നത് നല്ലതാണോ ചീത്തയാണോ? ഫിസിക്കൊക്കെ ഓൾമോസ്റ്റ്. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗൈസ്. സോ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ പ്രെപ്പുമായി ബന്ധപ്പെട്ട് കുറച്ച് കമന്റ്സ് എനിക്ക് ഇപ്പൊ കിട്ടി വരുന്നുണ്ട് യൂട്യൂബിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ. നല്ല കമന്റ്സും ഉണ്ട്, ചീത്ത കമന്റ്സും ഉണ്ട്, ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് എന്റേതായ കുറച്ച് മറുപടികൾ പറയാമെന്ന് ആലോചിച്ചാണ് വന്നത്. എനിക്കിങ്ങനെ പറഞ്ഞൊന്നും എക്സ്പീരിയൻസ് ഇല്ല, ബട്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആവുന്നത്. കുറച്ച് ക്ലാരിറ്റി കിട്ടുമെന്ന് വിചാരിക്കുന്നു. നേരെ തന്നെ പോയിന്റിലേക്ക് കിടക്കുവാണ്. ഒരു മാസം കൊണ്ട് 6 കിലോ കുറയ്ക്കുന്നത് നല്ലതാണോ ചീത്തയാണോ? അതാണ് ഫസ്റ്റ് പോയിന്റ്. ഒബ്വിയസ്ലി അത്ര നല്ലതല്ല അത്. ബട്ട് ഇൻ മൈ പോയിന്റ് ഓഫ് വ്യൂ, ഞാൻ എന്തുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓൾറെഡി ഞാൻ പറയാം, ഞാനിത് ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു. കാരണം എൻ്റെ കോമ്പറ്റീഷൻ ഞാൻ മെയിനായിട്ട് പ്ലാൻ ചെയ്തത് ഐസിയനാണ്. അത് ഇപ്പോഴൊന്നും അല്ല, കാരണം എനിക്ക് അത്രയും വലിയൊരു മസിൽ മാസ് ഒന്നും അത്ര ഇല്ലാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ലീനായിട്ട് ബൾക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്താൽ മതിയായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. അപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞത്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് സ്പൈനിന് ചെറിയൊരു ഇഞ്ചുറിയും പറ്റി. അത് എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചതാണ്. സോ അപ്പോൾ ടൈം എടുക്കുമല്ലോ. ഐസിന് പോകുന്നതിന് മുമ്പ് ഒരു സ്റ്റേജ് എക്സ്പീരിയൻസ് ചെയ്യണമെന്നിങ്ങനെ വന്നപ്പോഴാണ് ഡെക്കാത്തോണിന്റെ ഷോനെ കുറിച്ച് ഞാൻ അറിഞ്ഞത്. പ്രെപ്പ് ചെയ്യണം എന്ന് ആലോചിച്ചു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് പല കാരണങ്ങൾ കൊണ്ട് ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയതാണ്. ബട്ട് എന്താണെന്നറിയില്ല, പലരും വന്നു, പലരുടെ അഭിപ്രായങ്ങൾ കേൾക്കേണ്ടി വന്നു. ഉള്ളിൽ നിന്നൊരു പുഷ് ഉണ്ടായി ചെയ്യാം എന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അരുൺ കോച്ചിനെ ഞാൻ കണക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് തിങ്, നമുക്ക് നല്ലൊരു ഒരു കോച്ചിനെ വേണം. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി പോലും നമുക്ക് നമ്മുടേതായ നോളജ് കുറവുണ്ടായിരിക്കാം, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. നമ്മളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാനായിട്ട് ഒരു മെന്റർ ഇല്ലാണ്ട് നമ്മളൊരു ഇതുപോലത്തെ ഒരു കാര്യത്തിലേക്ക് പോകരുത്. സോ പലരും ചോദിച്ചു എൻ്റെ വർക്കൗട്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് 6 kg കുറയ്ക്കുക എന്നുള്ളത് അത്രയും നല്ലൊരു കാര്യമില്ല. ഇപ്പോ യൂഷ്വലി പറയുവാണെങ്കിൽ നമുക്ക് വീക്കിലി ഒരു 500 അല്ലെങ്കിൽ ഒരു 1 kg വെച്ച് ആണെങ്കിൽ നമുക്ക് നമ്മുടെ വെയിറ്റ് ലോസ് ചെയ്യാം. പ്രധാനമായിട്ട് നാച്ചുറൽ കോമ്പറ്റീഷനിൽ നമ്മൾ ഷ്രെഡഡ് ആവുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. 1 മന്തിനുള്ളിൽ മാക്സിമം ഷ്രെഡഡ് ആവാനാണ് ഞാൻ നോക്കിയത്. ഇതൊരു പെട്ടെന്നുള്ളൊരു സംഭവമായിരുന്നു. നമുക്ക് കുറച്ച് സമയമുള്ളൂ, അതനുസരിച്ച് നമ്മൾ നമ്മുടെ ഡയറ്റ് ക്രിയേറ്റ് ചെയ്തു. ന്യൂട്രീഷൻ പ്രോപ്പർ ആയിരുന്നു. നമ്മൾ ന്യൂട്രീഷൻ ഉള്ള ബാക്കിയുള്ള റിക്കവറിയുടെ കാര്യങ്ങൾ അത് നമ്മൾ എപ്പോഴും എൻഷുർ ചെയ്യണം. നമ്മുടെ പ്രോട്ടീൻ ഇൻടേക്ക് ഇതൊന്നുമില്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഉറക്കമില്ല, പ്രോപ്പറായിട്ടുള്ള വാട്ടർ ഇൻടേക്ക് ഇല്ല, പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷൻ ഇല്ല, എന്നിട്ട് ഡെഫിസിറ്റിൽ പോവും വേണം ഇത്രയും കിലോ കുറയ്ക്കാതെ. അങ്ങനെ ചെയ്യുന്നവർ ഇവിടെ ഉണ്ട്, നിലവിൽ പലരും ഉണ്ട്. സോ അങ്ങനത്തെ രീതിയിലല്ല ഞാൻ പോയത്. എൻ്റെ ന്യൂട്രീഷൻ പ്രോപ്പർ ആയിരുന്നു. അത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ടും അത് എപ്പോഴും ഗൈഡ് ചെയ്യാനായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കോച്ച് ഉണ്ടായിരുന്നു. പലരും ചോദിച്ചു, ഇപ്പൊ എൻ്റെ ലാസ്റ്റ് 2 days എൻ്റെ വർക്കൗട്ട് സെഷൻ കുറച്ച് വർക്കൗട്ട് ടൈംസ് കൂടുതലായിരുന്നു. പക്ഷെ പലരും വിചാരിച്ചത് ഞാൻ രാവിലെ പോയി ഒരു 2.5 മണിക്കൂർ വർക്കൗട്ട് ചെയ്തു, ഉച്ചയ്ക്ക് പോയിട്ട് ഒരു 2.5 മണിക്കൂർ വർക്കൗട്ട് ചെയ്തു, വൈകുന്നേരം പോയിട്ട് 2.5 മണിക്കൂർ വർക്കൗട്ട് ചെയ്തു. സോ അങ്ങനെയാണ് പലരും വിചാരിച്ചത്. ബട്ട് അങ്ങനെയല്ല. ഞാൻ ജസ്റ്റ് മോർണിംഗ് സെഷൻ കഴിഞ്ഞിട്ട് ബാക്കി 2 സെഷനും ഞാൻ ചെയ്തത് വളരെ മിനിമൽ ആയിട്ടുള്ള വർക്കൗട്ട്, ജസ്റ്റ് പമ്പിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ചിലർ ചോദിച്ചു, കാപ്സ് എടുത്തിട്ട് നീ ഇങ്ങനെ സ്കിൻ ചെയ്യാൻ വേണ്ടി പോയത്. കാപ്സ് എടുത്തതെന്ന് പറയുമ്പോഴത്തേന് ഗ്ലൈക്കോജൻ ഫില്ല് ചെയ്യാനായിട്ടാണ് മസിലിലേക്ക് വേണ്ടിയിട്ടുള്ള മെയിൻ എനർജി സോഴ്സ് എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസ് ആണ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഗ്ലൂക്കോസിന്റെ ഒരു ബ്രാഞ്ചസ് ആണ് ഈ ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത്. അത് മസിലിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ കാപ്സ് എടുത്തത്. അതും സ്റ്റീമിംഗ് ആയിട്ടുള്ള വലിയ ബന്ധമൊന്നും വരുന്നില്ല. സ്റ്റീമിംഗ് കൂടുതൽ റിക്കവറിക്ക് വേണ്ടിയിട്ടാണ് കൊടുത്തത്. പിന്നെ എക്സസ് ആയിട്ടുള്ള കുറച്ച് ഫാറ്റ് റെഡ്യൂസ് ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള കോൺസെപ്റ്റിലാണ് സ്റ്റീം ചെയ്തത്. അതും കാപ്സ് ഇൻടേക്കുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ക്രിയാറ്റിന്റെ കേസ്, ക്രിയാറ്റിൻ എന്ന് പറയുമ്പോൾ മസിലിൽ ഒരു ഫുൾനെസ് കാണിക്കാനായിട്ടാണ് ഞാൻ ക്രിയാറ്റിൻ യൂസ് ചെയ്തത്. എൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എനിക്ക് ക്രിയാറ്റിൻ ഉണ്ടായിരുന്നു എൻ്റെ ഡയറ്റിൽ. സോ സ്റ്റാർട്ടിങ് മുതൽ എനിക്ക് എടുക്കാൻ പറ്റില്ല, ബട്ട് എനിക്കൊരു പകുതിയൊക്കെ എനിക്ക് ക്രിയാറ്റിൻ കിട്ടി. ആ സമയത്ത് ഞാൻ ക്രിയാറ്റിൻ ഇൻഷുർ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോപ്പറായിട്ട് ഞാൻ വാട്ടർ കട്ടും ഇല്ല ചെയ്തിട്ടില്ല. എൻ്റെ മെത്തേഡിൽ, അല്ലെങ്കിൽ എനിക്ക് കോച്ച് വന്ന മെത്തേഡിൽ വാട്ടർ കട്ട് പോലും ഇല്ല. പലരും അങ്ങനെയായിരുന്നു, ഇപ്പൊ ക്രിയാറ്റിൻ എടുത്തിട്ടുണ്ടെങ്കിൽ വാട്ടർ മസിലിൽ സ്റ്റോർ ആവും, അത് എന്താ പറയാ സ്റ്റേജിൽ നിൽക്കുമ്പോഴത്തേനും സ്വെറ്റ് ആവും, ടാൻ പോകും, അങ്ങനെ ഇങ്ങനെയാണ്. ഞാൻ കോമ്പറ്റീഷൻ്റെ അന്ന് ഞാൻ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. എൻ്റെ ബോഡി കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേനും സ്റ്റേജിലേക്കാളും അടിപൊളിയായിരുന്നു. സ്റ്റേജിൽ എനിക്ക് അത്രയും കണ്ടീഷൻ കിട്ടാത്തതിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ്. എൻ്റെ ടാനുമായി ബന്ധപ്പെട്ട് ചെറിയ ഇഷ്യൂസ് വന്നതുകൊണ്ട് ഞാൻ ടെൻഷനായി പോയി. അതല്ലാണ്ട് ഞാൻ സ്വെറ്റ് ആവുമോ, എൻ്റെ കണ്ടീഷൻ അല്ലാണ്ട് പോകുമെന്ന് ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു. സോ അങ്ങനെ കുറച്ച് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ട്രെയിനിങ്ങിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ട്രെയിനിങ് അങ്ങനെയാണ്, അതിലൊരു ഓവർ ട്രെയിനിങ് ഒന്നും ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ കുറെ പേര് സൈസ് മാറ്റേഴ്സ് എന്നുള്ള രീതിയിൽ വന്നു. ആദ്യം പോയി എന്തെങ്കിലും കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ.
ഞാൻ പറയാം എൻ്റെ ഇൻസ്റ്റ ഐ ഡി എന്ന് പറയുമ്പോഴത്തേനും അനന്തു MJ എന്നാണ്. ANNTHUMJ__ ഒരു 3 അടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റ ഐ ഡി കിട്ടും. അവിടെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി നോക്കാം. അതിൽ ട്രാൻസ്ഫോർമേഷൻ ഒരു ഹൈലൈറ്റ്സ് ഉണ്ട്. അവിടെ പോയി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഇവാലുവേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ജോലി എങ്ങനെയാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ആ കമൻറ്റ് ഇടാം, വലിയ ഇടാണ്ടിരിക്കാം. ബട്ട് എന്നിരുന്നാലും നമ്മൾ ഓരോ സമയം കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്താ പറയുക, നമ്മുടെ സൈസ് കൂട്ടണമെന്നാണ് എല്ലാവരുടെ ആഗ്രഹം. അല്ലാണ്ട് എല്ലാവർക്കും സൈസ് കുറച്ചിട്ട് കട്ടാവണമെന്ന് ആരും ആഗ്രഹിക്കുന്നൊന്നുമില്ല. എല്ലാവർക്കും ബൾക്ക് ചെയ്ത് ഓരോ ഫേസിലും ഓരോ ലുക്കിൽ വരണം, അല്ലെങ്കിൽ കുറച്ചുകൂടി ബിഗ്ഗറായിട്ട് കാണിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് ആരും ചെറുതായിട്ട് നിന്നിട്ട് വീണ്ടും ഷോർട്ടഡായിട്ട് കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് ആരും ആഗ്രഹിക്കുന്നില്ല. അത്രയും സ്കിന്നി ആയിട്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ കഷ്ടപ്പെട്ട് തന്നെയാണ് 55 kg എത്തിച്ചത്. അതൊരു ഡേറ്റ് ബൾക്കിംഗ് ഒന്നും അല്ലായിരുന്നു. പ്രോപ്പർ നല്ല ന്യൂട്രീഷൻ കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ ബോഡിയെ കയറ്റിക്കൊണ്ട് വന്നത്. എൻ്റെ നിലവിലത്തെ ബോഡി വെച്ച് എനിക്കൊരു കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്യാൻ തോന്നി, അത് ഞാൻ ചെയ്തു. അതിനത്രേ ഉള്ളൂ, അതിൽ കൂടുതൽ വേറെ ഒന്നുമില്ല. എനിക്ക് കുറച്ചും കൂടി നല്ല കുറച്ച് മസിൽസ് വേണമെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ പോയത്. ഞാൻ പറഞ്ഞു, ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇനി ഞാൻ കോമ്പറ്റീഷൻ ചെയ്തത് ഒരിക്കലും പ്രൈസിന് വേണ്ടിയിട്ടല്ല. എനിക്കൊരു നാച്ചുറൽ സ്റ്റേജ് എക്സ്പീരിയൻസ് ചെയ്യണം. ഞാൻ സ്വയമാണ് പോസിംഗ് ഒക്കെ പഠിച്ചത്, ഞാൻ വീഡിയോസ് കണ്ട്. സോ എൻ്റെ പോസിങ് എനിക്ക് ആൾക്കാരെ ഒന്ന് കാണിക്കണം. ഞാൻ എൻ്റെ ജോലി റീസൈൻ ചെയ്തതും ഈ ഫീൽഡിലേക്ക് വന്നതും ഇതിലെന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഇഷ്ടം കൊണ്ടാണ്. ഞാൻ വീണ്ടും ഓരോ ദിവസവും എനിക്ക് റീച്ച് കിട്ടാത്തപ്പോഴും എനിക്ക് വീഡിയോ ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. സോ എനിക്ക് ആ ഒരു ഹാപ്പിനെസ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഞാൻ ഡാൻസ് കളിക്കുന്ന ഒരാളായിരുന്നു. എനിക്ക് ഡാൻസിലും ഇതിലുമാണ് എനിക്കത് കിട്ടിയത്. എനിക്ക് ഒരുപാട് നല്ല നല്ല ഫ്രണ്ട്സ് എനിക്ക് വരുന്നുണ്ട്. അവർ ബ്രോ നന്നായിട്ട് ബൾക്ക് ചെയ്തിട്ട് ഒന്നുകൂടെ ഇറങ്ങാൻ ബ്രോക്ക് കിട്ടും എന്നുള്ള രീതിയിൽ ഒരുപാട് മെസ്സേജസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഒരുപാട് പേര് ഇൻസ്പിറേഷൻ ആണെന്ന് പറയുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ യൂട്യൂബിലാണെങ്കിലും നമുക്ക് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് കയറി വരുന്നുണ്ട്. സോ എനിക്കറിയാം, ഇപ്പോൾ എനിക്ക് കമൻസ് വരുന്ന ഞാൻ ചെറുതായിട്ടൊക്കെ കയറി വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് നെഗറ്റീവ്സ് കമൻസ് ഒക്കെ വരുന്നത്. ബട്ട് എനിക്ക് സന്തോഷമുള്ളൂ കേട്ടോ. സോ അപ്പോൾ നമ്മളിവിടെ പറയാൻ ശ്രമിച്ചത് 1 മാസം കൊണ്ട് 6 കിലോ കുറയ്ക്കുന്നത് നല്ലതാണെന്നാണ്. ഒരിക്കലും ഈ കോൺടെസ്റ്റ് പ്രിപ്പിൻ്റെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഒരിക്കലും അത് ഇൻസ്പയർഡ് ആയിട്ട് അല്ലെങ്കിൽ ആ രീതിക്ക് എൻ്റെ ഡയറ്റ് എടുത്ത് നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. അത് നിങ്ങൾക്ക് ഒരിക്കലും സ്യൂട്ടബിൾ ആവില്ല. നിങ്ങൾക്ക് ഇതുപോലെ റാപ്പിഡായിട്ടും ചെയ്യരുത്. നിങ്ങൾക്ക് റാപ്പിഡായിട്ട് ചെയ്യാം, നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു കോച്ചിൻ്റെ ഗൈഡൻസ് ഉണ്ട്, നിങ്ങളുടെ ന്യൂട്രീഷൻ കറക്റ്റാണ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആണ്, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ബട്ട് ഒരിക്കലും ഇതൊരു ലോങ് ടൈമിലേക്ക് നല്ലതായിട്ടുള്ള ഒരു കാര്യമല്ല. ഞാനിപ്പോൾ ചെയ്തതും നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും. സോ എനിക്ക് പറയാൻ ഉള്ളത് അതാണ്, നിങ്ങൾക്ക് നല്ലൊരു കോച്ച് നിങ്ങൾ ഫൈൻഡ് ചെയ്യുക. എപ്പോഴും ഒരു ഗൈഡൻസ് എടുക്കാൻ വേണ്ടി നോക്കുക, സ്വന്തം ചെയ്യാനിരിക്കാൻ നോക്കുക. അതായത് എൻ്റെ ഡയറ്റ് എടുത്ത് നിങ്ങളിനി ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾക്ക് എടുക്കാം, നിങ്ങൾക്കതിൽ ഓരോ റെസിപ്പീസും വേണ്ടി എടുക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ഫാറ്റ് ലോസിനുള്ള ഒരാളാണെങ്കിൽ ഞാൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് റെസിപ്പീസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ മീൽ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളൊരു മീലിലേക്ക് ആഡ് ചെയ്യാം. ബട്ട് നിങ്ങളത് എൻഷുർ ചെയ്യണം, നിങ്ങളുടെ ബാക്കിയുള്ള മാക്രോസ് നിങ്ങളത് ടാലി ആക്കണം. അല്ലാണ്ട് എൻ്റെ ഫുഡ് എടുത്തിട്ട് മാത്രം നിങ്ങൾ എന്താ പറയുക, പ്രോട്ടീൻ നിങ്ങൾക്ക് ഞാൻ എടുത്ത ഫുഡിന് വേണ്ടി യൂസ് ചെയ്യാം. ബട്ട് നിങ്ങളത് നിങ്ങളുടെ വെയിറ്റിനും നിങ്ങളുടെ ഹൈറ്റിനും ഒക്കെ വെച്ചിട്ട് അത് ഓക്കെ ആണോ എന്ന് നിങ്ങൾ അഷ്യൂർ ചെയ്യണം. എനിക്ക് കുറച്ചൊരു മെസ്സേജ് അയച്ചു അങ്ങനെ തന്നെ. സോ അവരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്, എൻ്റെ നല്ല കോൺടെസ്റ്റ് പ്രിപ്പ് ചെയ്യുന്ന ആരുടെയും ഡയറ്റ് അതുപോലെ ഫോളോ ചെയ്യാൻ നോക്കരുത്. നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് ഈ ഫ്യൂച്ചറിൽ ആർക്കെങ്കിലും കോമ്പറ്റീഷൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കൊരു ഇൻസ്പയർഡ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിലൊക്കെയാണ് ചെയ്യുന്നത്. ഇത് നെഗറ്റീവായിട്ട് ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ഞാൻ ആ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. സോ നിങ്ങളിങ്ങനെ ചെയ്യരുത്. പ്രോപ്പറായിട്ട് കോച്ചിനെ അപ്രോച്ച് ചെയ്യുക, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളതും പ്രോപ്പർ സയൻസ് ബേസ്ഡ് ആയിട്ട് പോകുന്നതായിട്ടുള്ള നമ്മുടെ നാച്ചുറൽ പീക്ക് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ മാക്സിമം എത്താൻ നോക്കുക. ഡ്രഗ്സ് അതുപോലെ തന്നെ സ്റ്റെറോയിഡ്സ് എടുക്കരുതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, അതൊക്കെ പേഴ്സണൽ ചോയ്സാണ്. നിങ്ങളുടെ നാച്ചുറൽ പീക്കിലേക്ക് എത്തിയിട്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം സ്റ്റെറോയിഡ്സ് അല്ലെങ്കിൽ മെഡിസിൻസ് യൂസ് ചെയ്യാം. അതാണ് എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം. ആൻഡ് എപ്പോഴും ന്യൂട്രീഷൻ പക്കയാക്കാൻ നോക്കുക, നിങ്ങളുടെ റിക്കവറി പക്കയാക്കാൻ നോക്കുക. മീൻസ് നമുക്ക് കോൺടെസ്റ്റ് പ്രെപ്പ് സമയത്ത് കുറച്ച് എന്താ പറയുക, കുറച്ചധികം വർക്കൗട്ടൊക്കെ ചെയ്യേണ്ടിയൊക്കെ വരും. അത് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ആണ്. എനിക്ക് ഫാറ്റ് പെട്ടെന്ന് അല്ലെങ്കിൽ 1 മാസത്തെ റാപ്പിഡ് സെഷൻ ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരെ ടൈം കൂടുതൽ എടുത്ത് ചെയ്തവർ വെച്ച് നോക്കുമ്പോൾ എൻ്റെ മെത്തേഡ് വേറെയാണ്. സോ അതുകൊണ്ടാണ് ഞാൻ വർക്കൗട്ട് കൂടുതൽ ചെയ്തത്, എൻ്റെ സ്റ്റെപ്പ് കൗണ്ട് കൂടുതലായിരുന്നു. സോ പലതും മാറ്ററാണ്. നമ്മളൊരാളെ ജഡ്ജ് ചെയ്യുമ്പോഴത്തേനും എല്ലാം നമ്മൾ നോക്കണം, അത്രേ ഉള്ളൂ. സോ എനിക്കിനി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഈ ഒരു കോമ്പറ്റീഷനെ അറ്റൻഡ് ചെയ്തത്. അല്ലെങ്കിൽ ഒരിക്കലും ഞാനിത് അറ്റൻഡ് ചെയ്യില്ല, കാരണം അത് കഴിഞ്ഞിട്ട് പിന്നെ ടൈം എടുക്കും. കുറച്ചൊക്കെ ക്ലാരിറ്റി കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമ്മൾ കുറച്ചുകൂടി നല്ല രീതിയിൽ, എനിക്ക് പ്രോപ്പറായിട്ട് മൈക്കൊന്നുമില്ല, നമ്മൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നന്നായിട്ട് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. കുറേ ഫ്രണ്ട്സ് പറഞ്ഞ പോലെ ഞാൻ കുറച്ചും കൂടി ബൾക്കായിട്ടൊക്കെ വരുന്നതായിരിക്കും.
കുറെ പേർക്ക് ബുദ്ധിമുട്ടുണ്ട് ഞാനിങ്ങനെ സ്കിന്നി ആയിട്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടമാണ് സ്കിന്നി ആയിട്ടിരിക്കാൻ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തുടങ്ങിയത് സ്കിന്നി ആയിട്ടാണ്. സ്കിന്നി പീപ്പിൾസിനെ എപ്പോഴും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നതായിരിക്കും. ബട്ട് ഒരു തീ ഉണ്ടെങ്കിൽ മതി. നമുക്ക് ജസ്റ്റ് ഒരു മൈൻഡ് സെറ്റ് ആണ് എല്ലാം. മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് ഇവിടെ എത്തിക്കാൻ പറ്റും. ഞാൻ നിർത്തുവാണ്. ഫ്യൂച്ചറിൽ നല്ല നല്ല വീഡിയോസ് ആയിട്ടും വരും. എനിക്ക് കുറച്ച് ടൈം വേണം. ഞാൻ December 27 ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കും. എൻ്റെ സ്പൈൻ നിങ്ങൾക്ക് അത്രയും പ്രോപ്പർ വളവൊന്നും ഇല്ലെങ്കിലും എനിക്ക് ചെറിയൊരു കംപ്രഷൻ ഉണ്ട്, ഒരു ചെറിയൊരു വളവുണ്ട്. പറ്റെങ്കിലും ഒന്ന് റെഡി ആക്കണം. സോ നമ്മുടെ ഫിസിക്കൊക്കെ ഓൾമോസ്റ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഹോസ്പിറ്റലിൽ ഇറങ്ങുമ്പോഴത്തേനും അത്രയൊന്നും ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ ഇനിയൊരു തേർഡ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം ആയിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ എത്തി. വീടിൻ്റെ ഇപ്പോൾ താഴത്തേക്ക് പോവുകയാണ് എൻ്റെ ഫിസിക് ബേസ്. ബട്ട് ഞാൻ ഇങ്ങനെ വരും. നമുക്ക് ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായാൽ മതി. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് കാണാം നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട്.